മച്ചാമാർക്ക് സ്വാഗതം. 3 ഗംഭീരമായിട്ടുള്ള എന്താ പറയുക മാഫിയ ഡോഗ്സിനാണ് മുമ്പിലുള്ളത്. ലോകത്ത് പല ബ്രീഡുകളുണ്ട്. റോട്ട് വൈലർ, ജർമ്മൻ ഷെപ്പേർഡ്, അങ്ങനെ കുറേ ബ്രീഡുകളുണ്ട്. പക്ഷേ പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, നമ്മളുടെ ഗാർഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു ബ്രീഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോബർമാൻ ആണ്. വൺ ആൻഡ് ഓൺലി ഡോബർമാൻ. അപ്പോൾ അതിന് എന്താ പറയുക, ഡോബർമാനിൽ കേരളത്തിൽ അത്യാവശ്യം നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന നല്ല ഗംഭീര ക്വാളിറ്റി ഉള്ള നല്ല ഗടാഗടിയന്മാരായിട്ടുള്ള 3 ആൾക്കാർ ഇന്ന് നമ്മളെ കൂടെ ഉണ്ട്. 2 കളേഴ്സ്, ഒന്ന് ബ്ലാക്ക് ആൻഡ് ടാന്, ഒന്ന് ലിവർ ആൻഡ് ടാന് അല്ലേ? അതെ. അപ്പോൾ നമ്മളെ കൂടെയുള്ള ബ്രീഡർ സാമിയാണ് അല്ലേ? അതെ. ആദ്യം തന്നെ റെസ്പെക്ട് തന്ന് സംസാരിക്കണം. അപ്പോൾ ആദ്യം തന്നെ ബ്രീഡർ നമുക്കൊന്ന് പരിചയപ്പെടാം. പേര് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഞാനിവിടെ എറണാകുളം എടപ്പള്ളിയാണ് സ്വദേശം. നമ്മുടെ കെന്നലിൻ്റെ പേര് അനിമോക്സ് കെന്നലിനാണ്. ഓക്കെ. നോർമലി നമ്മൾ മോസ്റ്റ്ലി ചെയ്യുന്ന ഡോബർമാൻസ് ആണ്. എല്ലാം പ്യുവർ അമേരിക്കൻ ഡോബർമാൻസ് ആണ്. ഇന്ത്യയിലുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് വിന്നിങ്സും ഉള്ള ഡോഗ്സിലെ എല്ലാത്തിൻ്റെ പപ്പീസാണ് നമ്മുടെ ഉള്ളത് ഇപ്പോൾ നിലവിൽ. ഇവൻ 10 months ആയിട്ടുള്ളത് നമ്മുടെ ഓൺ ബ്രീഡിങ് ഡോഗാണ്. ഇവൻ നമ്മൾ തന്നെ എടുത്ത് നമ്മുടെ ടൈറ്റിലാക്കിയതാണ്. ഇപ്പോൾ ഡോബർമാൻ ഓഫ് ദി ഇയർ ആണ് ഇവൻ്റെ ഫാദർ. എമിർ ദി ബ്ലാക്ക് ഷാഡോ എന്ന് പറയും. ബ്ലാക്ക് ഷാഡോ കെന്നലിലെ ഡോഗ്. ഇവനിപ്പോൾ മൾട്ടിപ്പിൾ ബെസ്റ്റ് ഇൻ ഷോ, മൾട്ടിപ്പിൾ BOB വിന്നർ, ഇന്ത്യൻ ചാമ്പ്യൻ ആണ്. അവൻ്റെ ഫാദർ ഈ കൊല്ലത്തെ ഡോഗ് ഓഫ് ദി ഇയർ, ഡോബർമാൻ ഓഫ് ദി ഇയർ ആയിരുന്നു, എക്കോ. അവനിപ്പോൾ ജസ്റ്റ് 60 months, ഓൾറെഡി 3 CC ഡോഗാണ്. ഒരു സീസൺ കിട്ടിയ ടൈറ്റിൽ. ഇവനിപ്പോ കഴിഞ്ഞ ബാംഗ്ലൂർ ഷോയിൽ ബെസ്റ്റ് പപ്പി ആയിരുന്നു. ഷോയിൽ വെച്ച് തന്നെ ബെസ്റ്റ് പപ്പി ആയിരുന്നു. ജസ്റ്റ് 10 months അവന്റെ 2ാമത്തെ ഷോ ആയിരുന്നു. അതിൽ തന്നെ ബെസ്റ്റ് പപ്പി ആയി പോയിന്റ് ഷോയിൽ. ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ കുറച്ച് പ്രൗഡായിട്ട്. സാധാരണ ഇത്രയും നല്ല കളക്ഷൻസ് ഒക്കെ ആൾക്കാരുണ്ടെങ്കിൽ തള്ളി മറിക്കില്ലെങ്കിൽ തള്ളുന്നില്ല. സിമ്പിൾ ആയിട്ട് പറയല്ല, നമ്മൾ തുടങ്ങി തന്നെയുള്ളൂ. എത്ര ഡോഗ്സ് ഉണ്ട് ഡോബർമാൻ മൊത്തത്തിൽ? ഡോബർമാൻ ടോട്ടൽ നമുക്കൊരു 22 ഡോഗ്സ് എടുത്തുണ്ട്. ഓക്കെ. മെയിൻലി മെയിൽ ഡോഗ്സ് 3 ഇവരാണ്. പിന്നെ നമ്മുടെ ഓൺ ബ്രീഡിംഗിൽ ഇനിയിപ്പോൾ അടുത്ത സെക്ഷനിലേക്കുള്ള ട്രെയിൻ ബാക്കിയൊക്കെ ഫീമെയിൽസ് ആണോ? ഫീമെയിൽസ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഫീമെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? എല്ലാരും കൂടി ഇവിടെ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഇവരും പിന്നെ നമ്മുടെ ഇപ്പോൾ ഓൺ ബ്രീഡിംഗിലുള്ള പപ്പീസ് ഉണ്ട്. നമ്മുടെ കുറച്ച് ക്വാളിറ്റി പപ്പീസിനെ കാണിച്ചു കൊടുക്കാം. ഒരു ചാമ്പ്യൻ ബിച്ചിൻഡു അവന്റെ ഒരു പപ്പി ഉണ്ട് നമ്മുടെ ഇപ്പോൾ. ആ ലിറ്ററുള്ള ഒരു പപ്പീസ് ഉണ്ട്. അടുത്ത സീസണിലേക്ക് ഷോ ചെയ്യാനായിട്ട്. ഈ സീസണിൽ ഇവനാണ്. അടുത്ത സീസണിലേക്കുള്ള പപ്പീസ് നമുക്ക് സെയിൽ ചെയ്യാനുണ്ടോ? എന്താ സ്ഥിതി? കൊടുക്കാൻ അത് നമ്മൾ തന്നെ ഹോൾഡ് ചെയ്യണോ പപ്പീസിനെ? ഇല്ല, ഇതിലിപ്പോൾ നമ്മൾ കഴിഞ്ഞ ലിറ്ററിൽ മെയിലിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ലിറ്ററിൽ ഒരു ഫീമെയിൽ പപ്പിയാണ് ഹോൾഡ് ചെയ്തത്. ബാക്കി ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു പപ്പി നാളെ ഓൾറെഡി പോകും. ഡൽഹിയിലേക്ക് പോകും. അപ്പം എല്ലാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് വീഡിയോ കണ്ടിട്ട് ആരെയും വിളിച്ച് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഇതിൽ ഇനി 2 പപ്പി ഉണ്ട്. ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ടാവും. ഓക്കെ. ഇത് പക്ക ഷോ ഹോംസിലേക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതോ വീട്ടിൽ കമ്പാനിയനായിട്ടും പെറ്റായിട്ടും നോക്കുന്ന ആളുകൾക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എങ്ങനെയല്ലോ എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് ഈ പോലെ ഞാൻ പറഞ്ഞത് നമുക്ക് കൂടുതലും ഷോ പർപ്പസിലുള്ള കസ്റ്റമേഴ്സാണ് എൻക്വയർ വരുന്നത്. കാരണം ആ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഷോ പർപ്പസിലുള്ള കസ്റ്റമേഴ്സാണ് കൂടുതൽ വരുന്നത്. എന്നാലും അതല്ല, വീട്ടിലേക്ക് ഒരു ഗാർഡ് ഡോഗ് ആയിട്ടും കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഡോബർമാനെ നോക്കുന്ന ആളുകൾക്കും കൊടുക്കാം. ക്വാളിറ്റി ഇപ്പൊ ആ പപ്പി പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഷോ ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും അവർ പറഞ്ഞാൽ അവർക്ക് പക്ക ഒരു ക്വാളിറ്റി വൈസിലുള്ള ഡോഗിന് വേണമെന്ന് പറഞ്ഞത്. അതായിരുന്നു അവരുടെ ആ ഒരു റിക്രൂട്ട്മെന്റ്. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ ഈ പറഞ്ഞ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തപ്പോൾ തന്നെ അവരുടെ ഹാൻഡ്ലേഴ്സ് ഉണ്ട്. അവിടെയുള്ള ഹാൻഡ്ലേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അവർ അഡ്വാൻസ് ടോക്കൺ ചെയ്തു. അവരിപ്പോൾ നാളെ ആ ഡോഗ് പോകും. ഇതൊക്കെ ആക്ച്വലി നമ്മളിത് എങ്ങനെ ഇത് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ഇത് സേഫ് ആയിട്ട് എത്തണം എന്ന് പറഞ്ഞാൽ കുറച്ച് പാടല്ലേ? നമ്മൾ നോർമലി നമ്മൾ തന്നെ അതിന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണത്. അല്ലാണ്ട് വേറെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുകയോ കാര്യമില്ല. നമ്മുടെ ഡോഗ് അവിടെ എത്തുമ്പോൾ ഒന്നും പറ്റാണ്ട് അവിടെ കറക്റ്റ് പ്രോപ്പറായിട്ട് അവരുടെ കസ്റ്റമറിൽ ഹാൻഡിൽ ചെയ്യേണ്ടത് നമ്മുടെ ഇതായതുകൊണ്ട് തന്നെ നമ്മുടെ ഇവർ തന്നെയാണ് ഡോഗിനെ അവിടെ ഡയറക്റ്റ് നമ്മുടെ ട്രെയിനിൽ അതിൻ്റെ കൂപ്പ ബുക്ക് ചെയ്തിട്ട് AC കൂപ്പ ബുക്ക് ചെയ്ത് ഡയറക്റ്റ് നമ്മൾ തന്നെയാണ് കസ്റ്റമേഴ്സിൻ്റെ അവിടെ പ്രോപ്പറായിട്ട് എത്തിച്ചു കൊടുക്കുന്നത്. ഓക്കെ. എന്തുകൊണ്ട് ഡോബർമാൻ, എന്തുകൊണ്ട് അമേരിക്കൻ? യൂറോപ്യനാണ് ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഫോക്കസ് ചെയ്യുന്നത്. അതെ. എന്തുകൊണ്ട് ഡോബർമാൻ? ലോകത്ത് ഒരുപാട് ബ്രീഡ്സ് ഉണ്ട്. എന്തുകൊണ്ട് ഡോബർമാൻ, എന്തുകൊണ്ട് അമേരിക്കൻ? നോർമലി എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാക്കിംഗ് ബ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോഗിനെ നമ്മൾ റിങ്ങിൽ വെച്ച് കാണുമ്പോഴായാലും ആ സ്റ്റാക്ക് ചെയ്ത് നിർത്തുമ്പോൾ ഒരു ബ്യൂട്ടി തോന്നുന്ന ഒരു ഡോഗ് എനിക്ക് തോന്നുന്നത് അമേരിക്കൻസ് ആയിരുന്നു. മറ്റൊരു ചെറിയൊരു മാസീവ് ടൈപ്പ് ആണെങ്കിലും ആ ഒരു സ്റ്റാക്കിംഗ് ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ എപ്പോഴും അമേരിക്കൻ ടൈപ്പ് ഡോഗ്സിനാണ് കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അമേരിക്കനാണ് കൂടുതലും താല്പര്യം. ബ്രോ ലൈക്ക് നിങ്ങൾ ശരിക്കും പക്ക ഷോ മൈൻഡ് ആണോ? നിങ്ങളുടെ മൈൻഡ് ശരിക്കും ഷോ മൈൻഡ് ആണ്? അതെ. സൈസ് മൈൻഡ് അല്ല, അല്ലെങ്കിൽ ബ്യൂട്ടി മൈൻഡ് അല്ല, അങ്ങനത്തെ അല്ല. നമ്മൾ പക്ക ഷോ പ്യുവർ ഡോബർമാന്റെ ക്വാളിറ്റി എന്താണോ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഇപ്പൊ നമ്മുടെ ഉള്ള ഡോഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡോഗ്സിനും നമ്മൾ തന്നെ എടുത്തിട്ട് നമ്മുടെ ടൈറ്റിലായിട്ടുള്ള ഡോഗ്സ് ആണ്. അല്ലാണ്ട് ടൈറ്റിലായിട്ടുള്ള ഡോഗുകളെ കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. ഇപ്പൊ ഫീമെയിൽസ് ആയാലും ഇപ്പൊ നമ്മ ചെന്നൈയിൽ സ്പെഷ്യാലിറ്റിയിലൊക്കെ 6th ബെസ്റ്റ് ഷോ അടിച്ച ഫീമെയിൽസും മെയിലുകളായാലും ഇതിന് മുമ്പിലുള്ള മെയിലുകളൊക്കെ ആയാലും തന്നെ നമ്മളെടുത്തിട്ട് നമ്മുടെ ടൈറ്റിലായിട്ടുള്ള എല്ലാം നമ്മൾ ഷോ ചെയ്യുന്ന ഡോഗ്സ് തന്നെയാണ്. മോസ്റ്റ്ലി നമുക്ക് ഹാൻഡലർമാരെല്ലാവരും ഇതൊക്കെ ഹാൻഡലേഴ്സ് ആണ്.
ഇവരെടുത്തിട്ട് അതെ പുറത്തുനിന്നുള്ള ഡോഗ്സ് വരെ നമ്മുടെ ഇപ്പൊ ട്രെയിനിങ്ങിന് വന്നിട്ട് നമ്മൾ ഡോബർമാനെ ഷോ ചെയ്യുന്നുണ്ട്. ഒരുപാട് പപ്പീസും അഡൽറ്റുകളൊക്കെ ആയാലും നമുക്കിപ്പോ ഷോ ഇനി വരുന്ന സീസണിലേക്ക് നമുക്ക് ഇവിടെ ഷോ ചെയ്യാനായിട്ട് ഡോഗ്സ് ഉണ്ട് ഓൾറെഡി. നല്ല ആറ്റിറ്റ്യൂഡുള്ള 2 ഫീമെയിൽ പപ്പി കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള പപ്പി, നല്ല കളറുള്ള നല്ല രസമായിട്ടുള്ള പപ്പീസ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫീമെയിൽ പപ്പി സാധാരണ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ടോ ബ്രീഡിംഗ് പർപ്പസിന് അല്ലാതെ? അല്ല, കൊണ്ടുപോകാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ മെയിൽ ഡോഗ്സിനെക്കാട്ടും കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് കൂടുതൽ ഫീമെയിൽ ഡോഗ്സിനായിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ചില കസ്റ്റമേഴ്സ് അതിനോട് ചൂസ് ചെയ്ത് തന്നെ ആൾക്കാരുണ്ട്. ചിലവർക്ക് ആ ഒരു മാസീവ് ടൈപ്പ് വേണമെന്ന് വെച്ച് അവർ വരുമ്പോൾ മെയിൽ ഡോഗ്സിനെ ചോദിച്ചു തന്നെ ഒരു ആൾക്കാരുണ്ട്. പക്ഷെ നോർമലി ഈ ഷോ പർപ്പസ് ഡോഗ്സിന് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് ഫീമെയിൽ പപ്പീസിനായിരിക്കുള്ളൂ. കാരണം അവർക്കും ഓൺ ബ്രീഡിംഗിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു ക്വാളിറ്റി ഉള്ള അവർക്ക് അടുത്ത് യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു കിട്ടുള്ളൂ. ഇപ്പൊ നോർത്തിലേക്ക് പോകുന്നത് പറഞ്ഞത് ഫീമെയിൽ പപ്പി മെയിൽ പപ്പിയാണ്. ട്രാൻസ്പോർട്ടേഷനിൽ തിക്കി നിറക്കി വരുന്നതിന് നല്ലത് അവർ പറയുന്നത് വെച്ചാൽ നമുക്ക് നോർമലി എല്ലാം സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് അവിടെ എത്തണമെന്ന് പറയുന്നത്. ഇപ്പൊ ചെറിയ ബഡ്ജറ്റിൽ ഒരു ഡോബർമാൻ പപ്പി നോക്കുന്ന ആളുകൾക്ക് നമ്മളൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളായിരിക്കില്ല. നല്ല ക്വാളിറ്റി ഉള്ള, എന്നാൽ അത്യാവശ്യം സ്പെൻഡ് ചെയ്യേണ്ടി വരും, വലിയ വില സ്പെൻഡ് ചെയ്യേണ്ട, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പപ്പി നോക്കുന്ന ആളുകൾക്ക് അനിമോക്സ് കെന്നൽ ഒരു ജസ്റ്റ് ചോയ്സ് ആയിരിക്കും. കറക്റ്റ് ആണോ? രണ്ടും ഉണ്ട്. ഇപ്പൊ ക്വാളിറ്റി വൈസ് മാത്രം വെച്ചാൽ ഷോ പർപ്പസ് നോക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഷോ പർപ്പസ് ഡോഗ്സ് ഉണ്ട്. നോർമൽ എന്ന് വെച്ചാൽ ഫാദറും ഇതൊക്കെ ചാമ്പ്യൻ തന്നെയാണ്, ലൈൻസും കാര്യങ്ങളൊക്കെ തന്നെ. എന്നാലും ഷോ പർപ്പസ് അല്ലാത്ത നമ്മുടെ ഹോം പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡോഗ്സ്, അതിനുള്ള ഡോഗ്സ് നമ്മുടെ വേറെ ഫീമെയിലും ഇതുണ്ട്. ഞാൻ ഇനി പേഴ്സണലി ചോദിക്കാൻ കേട്ടോ, എനിക്ക് ഫേവറേറ്റ് യൂറോപ്യനാണ്. എന്തുകൊണ്ട് നിങ്ങൾ യൂറോപ്യൻ നോക്കുന്നില്ല? യൂറോപ്പിനോട് എന്തെങ്കിലും ഇതുണ്ടോ? യൂറോപ്പിനോട് ഒന്നും ഇതുണ്ടായിട്ടൊന്നല്ല. ഇപ്പൊ നോർമലി പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ഷോറിംഗിൽ നമ്മൾ കാണുമ്പോ ആദ്യം എനിക്ക് ബോക്സർ ആയിരുന്നു. ഫസ്റ്റ് ഇതിനു മുമ്പ് ഞാൻ ബോക്സർ ആയിരുന്നു. ഈ പറഞ്ഞ അത് കഴിഞ്ഞപ്പോ ഡോബർമാൻ എടുത്ത് അവരുടെ ആ ഒരു സ്റ്റാക്കിംഗ് ബ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക വരച്ച് വെച്ചൊരു ഡോഗ് എന്ന് പറഞ്ഞു. അണ്ടർലൈൻ മുതൽ നെക്ക് വരെ ഓരോ നമ്മൾ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ ഗ്രൂമിങ്ങിലായാലും സാധനം ചെയ്തൊരു കറക്റ്റ് ഒരു പെൻസിൽ ഡ്രോയിങ് പോലത്തെ ഒരു ഡോഗാണ് ശരിക്കും അമേരിക്കൻ ഡോഗിനെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. കിട്ടുന്നത് അതിന്റെ മൂവ്മെന്റ്സും കാര്യങ്ങളും എല്ലാം നോക്കുമ്പോഴും അതുകൊണ്ട് എനിക്ക് നോർമലി ഇഷ്ടപ്പെട്ടത് അമേരിക്കൻ ഡോഗ്സ് ആണ്. അപ്പോൾ 10-14 മേലെ ഇപ്പോൾ ഫീമെയിൽ ഡോഗ്സ് ഓൾറെഡി അഡൽട്ട് സ്റ്റോക്ക് ആയിട്ടും സെമി അഡൽട്ട് ആയിട്ട് വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരേ ലൈൻസിലുള്ള പപ്പീസിനെ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? നമ്മൾ ശരിക്കും പുറത്ത് കൊടുത്ത് പുതിയ ലൈൻസിനെ കൊണ്ടുവരുന്നല്ലേ നമുക്ക് നല്ലത്? ഇല്ല, ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഓൺ ബ്രീഡിംഗിൽ ഒരു ഡോഗിനെ ഓരോ ലിറ്ററിലെ ഓൺ ബ്രീഡിംഗ് ഡോഗ്സിനായിട്ട് മാത്രം ചൂസ് ചെയ്ത് നിർത്തണമെന്നുള്ളൂ. മറ്റേ ഫസ്റ്റ് ലിറ്ററിലെ മെയിലിലെ നിർത്തിയോണ്ട് ഈ ലിറ്ററിൽ നമ്മൾ ഒരു ഫീമെയിലിനാണ് ചൂസ് ചെയ്തത് ഷോ പർപ്പസിന് വേണ്ടി. ഓരോ സീസണിലേക്ക് നമ്മൾ ഓരോ ഡോഗ്സിനെ ചൂസ് ചെയ്ത് ഷോ ചെയ്യാന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ സീസണിലേക്ക് നമുക്ക് മെയിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ ഈ ലിറ്റർ ഇവരുടെ ഫാദർ നമ്മുടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലെ ഫീമെയിലാണ് നിർത്തിയേക്കുന്നത്. നല്ല രസമുള്ള പപ്പീസാണ്. പപ്പീസിന്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, പക്ഷെ ഞാനൊരു കാര്യം ഇനി ഓപ്പൺ ആയിട്ട് പറയട്ടെ. നിങ്ങളിപ്പോൾ പറഞ്ഞു സാധാരണ യൂറോപ്യൻ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാവും, മാസീവ് സൈസാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമേരിക്കൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ബ്യൂട്ടി ഭയങ്കര വേറൊരു ടൈപ്പാണ്. പക്ഷെ സത്യം പറയടാ, അമേരിക്കൻ ടൈപ്പിൽ ഞാൻ ഇത്രയും സൈസുള്ള ഒരു ഡോഗിനെ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനത് ആദ്യമായിട്ടാണ്. അമേരിക്കൻ ടൈപ്പ് എന്ന് പറയും. ബ്ലാക്ക് ഷാഡോ കെന്നലാണ് അവന്റെ ഫാദർ. എമിറത്തി ബ്ലാക്ക് ഷാഡോ എന്ന് പറയും. ക്രിസ്ബോൺ പോൾ പ്രേമിന്റെ മെയിലായിരുന്നു. അതിൽ നമുക്ക് ഇവിടെ ഇവനെ നമ്മുടെ ഇവന്റെ ബ്രീഡർ കൗശിക് എന്ന് പറയും. ആള് ബാംഗ്ലൂരാണ്. അവരുടെ നമ്മൾ ഇതിനെ പർച്ചേസ് ചെയ്യണത്. അവനൊരു ലാറ്റിൻ അമേരിക്കൻ ടൈപ്പാണ്. കാരണം വെച്ചാൽ യൂറോപ്യനും അല്ല അതുമല്ല, എന്നാൽ ഒരു മാസീവ് ടൈപ്പ് ബ്ലെൻഡ് ആണ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈപ്പിലോടായിരിക്കും താല്പര്യം, വലിപ്പത്തിനും കാര്യത്തിലൊക്കെ. കാരണം ഈ കൂട്ടത്തില് അവനൊരു കൊമ്പനാണ് എന്നുള്ളൊരു ഫീൽ ഒറ്റയടിക്ക് നമുക്ക് കിട്ടും, പെട്ടെന്ന് കിട്ടിപ്പോവും. എന്താ അറിയില്ല, കിട്ടിപ്പോവും. പക്ഷെ കാണുന്ന സമയത്ത് ഇരുത്തത്തിൽ ഒരു എന്താ പറയാ ഡോബർമാന്റെ ഒരു ഫിഗർ വന്നേക്കെന്ന് ആലോചിച്ചാൽ ഇവനാണ്. അവന്റെ ഫ്രണ്ട് ഞാൻ കാണുന്നില്ല, ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. പിന്നെ ഇവ കുറച്ച് അങ്ങനെ അഗ്രസീവ് ആണ് ആള്. ഞങ്ങള് അങ്ങനെ വിഷയമൊന്നുമില്ല. എന്നാലും മെയിൽ ഡോഗ്സ് ഈ പറഞ്ഞ ഇതായിട്ടുള്ള അല്ലാണ്ട് വേറെ ആൾക്കാരായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ആള് ഭയങ്കര പാവാണ് അല്ലേ? അപ്പൊ ഞാൻ സകലമാന സ്ഥലത്ത് പോയാലും ഇപ്പൊ സ്ഥിരമായി നമ്മളെ വീഡിയോയിലുള്ള ഒരാളാണ്. ഇപ്പൊ ഏകദേശം എത്രാമത്തെ വീഡിയോയിലേക്ക് നമ്മളെ ചാനലിൽ വരുന്നത്? ശരിക്കും എന്തൊക്കെ ഡോഗ്സിനെ ഇപ്പൊ ചെയ്യുന്നുണ്ട്? ഡോബർമാൻ ഈ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിയില്ല. എന്തുകൊണ്ടാണ് ഡോബർമാൻ ഫോക്കസ് ചെയ്യാൻ കാരണം? ഫോക്കസിങ് അല്ല, പണ്ട് മുതലൊരു ആഗ്രഹമുള്ളതല്ലേ നമുക്ക് ഡോഗ്സിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. എന്തുകൊണ്ട് അനിമോക്സ് കെന്നലിലുള്ള ഡോഗ്സിനെ ഷോ ചെയ്യണേ? അല്ല, ബ്രീഡിനെ ഒന്ന് സെലക്റ്റീവ് ആയിട്ട് മീൻസ് ബ്രീഡ് ചെയ്യണതും അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നതുകൊണ്ട് നമ്മളിപ്പോ ഏകദേശം എത്ര ബ്രീഡിംഗ് എടുത്തിട്ടുണ്ടാവും ഡോബർമാന്റെ? ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിപ്പോ ഓൺ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് നമ്മുടെ ഇപ്പോൾ ഒരു 3-4ാമത്തെ ബ്രീഡിംഗ് ആണ് ഓൺ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട്. ഇതിന് മുമ്പ് നമ്മുടെ ഡോബർമാൻ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും
നമ്മുടെ ഓൺ ബ്രീഡിങ്ങിൽ ഷോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 3-4 ആയിട്ടുള്ളൂ. ബ്രീഡിംഗ് ആയിട്ട് അതിന് മുമ്പ് നമുക്ക് കൂടുതലും പർച്ചേസ് ചെയ്തിട്ട് വേറെ ബ്രീഡിങ്ങിൽ നല്ല ഡോഗ്സിനെ ടോപ്പ് ഡോഗ്സ് നോക്കി പർച്ചേസ് ചെയ്തെടുത്തിട്ട് അവരെ ഷോ ചെയ്യലാണ് പതിവ്. പിന്നെയാണ് നമുക്ക് മനസ്സിലായി തുടങ്ങിയത് ഇപ്പം എന്തുകൊണ്ട് നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് ഇപ്പം നമ്മൾ പുറത്ത് പോയി ഒരു ഡോഗിനെ എങ്ങനെയാലും നല്ലൊരു പപ്പീനൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ റേഞ്ച് കൊടുത്തൊരു അമേരിക്കൻ്റെ നല്ലൊരു പപ്പീനെ BA ഡോഗിനെ കിട്ടുള്ളൂ. ശരിയാ. അപ്പോൾ ഇപ്പം ഇവനെ ഞാൻ മേറ്റ് ചെയ്യാൻ പോയപ്പോൾ ബാംഗ്ലൂർ 2 ലക്ഷം രൂപ കൊടുത്താണ് മേറ്റ് ചെയ്ത്. നമ്മോടത്ത് എന്തുകൊണ്ട് നമുക്ക് അതിൽ നല്ലത് നമ്മുടെ ഓൺ ബ്രീഡിങ്ങിൽ ഒരു ഡോഗ് എടുത്തിട്ട് നമുക്ക് ഷോ ചെയ്തുവിടാം. നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള പേരും കാര്യങ്ങളെല്ലാം ഇതാവല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഷോ ചെയ്താണ്. അല്ല ആക്ച്വലി ടു ബി ഓണസ്റ്റ് നിങ്ങൾ നല്ല രസമുണ്ട് കേട്ടോ. കളക്ഷൻസ് ഒക്കെ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള രസമായിട്ടുണ്ട്. പിന്നെ മച്ചാനൊന്ന് പേര് പറഞ്ഞേ, ഒന്ന് പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് അശ്വിൻ. ഹാൻഡ്ലർ എന്ന് പറഞ്ഞാൽ ഡോഗിന് ഇപ്പോൾ ഷോക്ക് പോകുമ്പോൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, റിങ്ങിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അവൻ്റെ കൂടെ ഹെൽപ്പറായി നിൽക്കാം. എല്ലാ ഡോഗ്സിൻ്റെ ആളുടെ കൂടെ തന്നെ കുറച്ച് 6-7 കൊല്ലമായിട്ട് ആളുടെ കൂടെ തന്നെ. അലക്സ് തോമസ് ഡോഗ്സിനെ ട്രെയിൻ ചെയ്യും, ഹാൻഡിൽ ചെയ്യും, പിന്നെ ആളുടെ ഒപ്പം തന്നെ വർക്ക് ചെയ്യണത്. ഡിയാ ഗ്രൂമറാണ് ആള്, ഗ്രൂമിങ് ചെയ്യും, പ്രൊഫഷണൽ ഷോ ഗ്രൂമറാണ്. ഡോബർമാനാണ് മെയിൻലി ഫോക്കസ് ചെയ്യണത് ആള്. കൂടുതൽ നമ്മുടെ എല്ലാ ഡോഗ്സിനെയും ടൈറ്റിലാക്കിയത് അവൻ തന്നെയാണ്. ഇപ്പോൾ ഒരു മിനിമം നമ്മുടെ ഇതിൽ ഡോബറിനെ മാത്രം ഒരു 6-7 ഡോബർമാൻ മാത്രം അമേരിക്കൻ ഡോഗ്സിന് മാത്രം നമ്മൾ ടൈറ്റിലാക്കിയിട്ടുണ്ട്. ഡോഗിനെ നന്നായിട്ട് ഗ്രൂം ചെയ്യും, ഡോഗിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും. പക്ഷെ ചിലപ്പോൾ ഡയലോഗ് ഇന്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത് അല്ലേ, അതിന്റെ പരിപാടി വേണ്ടല്ലേ. അപ്പൊ എല്ലാ ആൾക്കാരും എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഇതിനോട് പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരു 4 ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ വന്ന് പെട്ടിട്ടുള്ളത് കേട്ടോ. പക്ക ഇനിയുണ്ടല്ലേ എല്ലാരും ഇതിൽ വരണ്ട്, ലൈക്ക് ഓരോരുത്തരുണ്ട് വിഷ്വൽസ് നിങ്ങൾക്ക് അവിടെ ഇവിടെ കാണാം. ഇതിൽ വരാത്ത ആൾക്കാർ ഇനിയുണ്ടോ? ഇനിയും ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ സത്യം പറഞ്ഞ ഒരു ടീം വർക്കാണ് ഈ പറയുന്നത്. നമ്മൾ അനിമോക്സ് എന്ന് പറയുന്നത് നമ്മ ഒറ്റക്ക് കൊണ്ട് ഈ പറഞ്ഞ ഒരു ഡോഗിനെ എടുത്തും നമുക്ക് എന്നൽ പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ ഡോബർമാൻ എന്ന് പറയുന്ന സാധനം അമേരിക്കൻ ഡോബർമാൻസ് എന്ന് വെച്ചാൽ ജസ്റ്റ് കൂടി ഇപ്പൊ ഒരു നമ്മൾ 2 കൊല്ലമായിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഫോക്കസ് ചെയ്ത് കാര്യമായിട്ടൊന്ന്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പൊ ഇത്രയും ആൾക്കാർ അറിയണ കാര്യങ്ങളെന്ന് വെച്ചാൽ മെയിൻലി നമ്മുടെ ടീം തന്നെയാണ്. കാരണം അവരെല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു എഫേർട്ട് എടുക്കലും കാര്യങ്ങളും ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും നമ്മുടെ ഡോഗ്സിന് വിന്നിങ്സും കാര്യങ്ങളൊക്കെ വരാനൊക്കെ നമ്മുടെ ടീം വർക്ക് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഒരാൾ കാശ് മുടക്കിയുണ്ട് ഇതുകൊണ്ടും മാത്രം ഡോഗ് വിന്നിങ്സ് ഒന്നും ഇല്ല. മെയിൽ പപ്പീസ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരെണ്ണം ഓൾറെഡി സോളോട്ട് അടിക്കാണ്. നിശാന്തിലുള്ള പപ്പിയാണ് ഇപ്പൊ പോയേക്കണേ. അതെ. ഓക്കെ. ബാക്കി 2 മെയിൽ പപ്പീസ് ഉണ്ട്. എല്ലാം ഈ പറഞ്ഞ പോലെ അതാ ഇപ്പൊ ഇരിക്കണോ ആ സ്റ്റാക്ക് ചെയ്തതിൽ ഈ പറഞ്ഞ അമേരിക്കൻ ഡോഗ്സിന്റെ പപ്പീസിന്റെ ആ ഒരു സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു ബ്യൂട്ടി കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പ്ലേഫുൾ മൂഡിൽ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഇത് അറിയാത്തത്. പക്ഷെ എന്നാലും ഒരു ഇടയിൽ നിന്നിരുന്നുണ്ട് ഇതാണ് ഇവരുടെ ഈ പറഞ്ഞ മറ്റേ നമ്മ ഒരു മെച്ചുവർ ഡോഗ് എന്നല്ല ഡിയാഗോ, അവന്റെ പറഞ്ഞ പോലെ തന്നെ ഇവന്റെ മദർ സൈഡ് തന്നെ എല്ലാം ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ഷാഡോ ലൈൻസും ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് മുൻനിരയിൽ നിന്ന് വെച്ചാൽ എല്ലാ ഡോഗ്സിന്റെയും ആ ലൈൻസിൽ തന്നെയാണ് ഇവർ ഇത് വരുന്നത്. ഇവരുടെ മദർ സൈഡ് ഇവിടെ തന്നെ ടോപ്പ് മോസ്റ്റ് ജാക്ക് വുഡ്സ് കെനൽസ് എന്ന് പറയും. ആളുടെ ബ്രീഡിങ്ങിലാണ് മദർ, ഇന്ത്യൻ ചാമ്പ്യൻ ആണ്. ചെന്നൈ സ്പെഷ്യാലിറ്റിയിലൊക്കെ 6th ബെസ്റ്റ് ഷോ ഒക്കെ അടിച്ചാണ് ഇവരുടെ മദർ. നല്ല രസമായിട്ടുള്ള ഡോഗ്സ്, 3 നല്ല രസമായിട്ടുള്ള ഡോഗ്സ്. അപ്പൊ ഈ ഒരു പ്രായത്തിൽ എനിക്ക് തോന്നുന്നുണ്ട് ഡോബർമാൻ ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഒരുപാട് വെയിറ്റ് ഒന്നും കയറ്റാതിരിക്കുന്നത് തന്നെയാണല്ലേ നല്ലത്. ഡോബർമാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രായത്തിൽ നമുക്ക് നോർമലി മറ്റേ ലാബ്രഡോഗ് ആ ഒരു ബ്രീഡ്സിനൊക്കെ നമ്മ ഹോമിനിച്ച് വളർത്തുന്ന പോലെയല്ല. ഇവർ വർക്ക് ലൈൻസ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ നമ്മ ഓവർ ഫീഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആസ്റ്റൻസും കാര്യങ്ങളൊക്കെ തിരിയാൻ ഇതിനൊക്കെ കൂടുതലാണ്. ഓൻ കുറച്ച് ചൊറയല്ലേ കുറച്ച് ചെറുതായിട്ട് ഗ്രൗൾ ചെയ്ത് പേടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് 3 മെയിൽ പപ്പീസ്. അപ്പൊ ഇതിൽ ഒരു മെയിൽ പപ്പിയും അതുപോലെ തന്നെ ഒരു ഫീമെയിൽ പപ്പിയാണ് ഇപ്പൊ നമുക്ക് കൊടുക്കാനുള്ള ഇപ്പൊ ഉള്ളൂ. അത്യാവശ്യം നിങ്ങൾക്ക് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ, അത്യാവശ്യം നല്ല രസമുള്ള ആറ്റിറ്റ്യൂഡുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പപ്പീസാണ്. അവർ വെയിറ്റ് ഒന്നും അവർ കയറ്റിയിട്ടില്ല, നല്ല വൃത്തിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞത് ഷോ ക്വാളിറ്റി ഒരു മൈൻഡ് സെറ്റുള്ള ഒരു ഷോ ചെയ്യാൻ മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഡോബർമാൻ എന്ന് പറയുന്ന ബ്രീഡ് ഒരു സാധാരണക്കാരൻ അവൻ്റെ വീട്ടിലേക്ക് നമ്മുടെ അടുത്തൊരു പപ്പി കൊണ്ടുപോവാണെങ്കിൽ എന്തൊക്കെ പർപ്പസിന് കൊണ്ടുപോകാം, അത് എങ്ങനെ ഉണ്ടാവും ഒന്ന് പറഞ്ഞുതരുമോ? നോർമലി പറഞ്ഞ ഡോബർമാൻസ് എന്ന് വെച്ചാൽ വർക്ക് ലൈൻ ബ്രീഡാണ്. അവർ ഈ പറഞ്ഞ പോലെ നോർമലി എവിടെ ഈ പറഞ്ഞ ഹോമിലേക്ക് കൊണ്ടുപോകണമെങ്കിലും അവർക്ക് ഓടി കളിക്കാൻ പറ്റിയ ഒരു സ്പേസ് ഉള്ളൊരു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കാനേ ഞാൻ പറയുള്ളൂ മെയിൻലി. കാരണം അവർക്ക് ഈ പറഞ്ഞ നമ്മൾ ചെറിയൊരു ഈ പറഞ്ഞ പോലെ ഒരു ഫ്ലാറ്റിലോ കൊണ്ട് ഇട്ടിരുന്നുണ്ടെങ്കിൽ ഡോഗിന് അതിൻ്റെതായ അവൻ്റെ ഒരു സ്പേസ് കിട്ടില്ല. അവൻ അത്യാവശ്യം ഓടി കളിക്കാനും കാര്യത്തിലുള്ള ഒരു ഇതൊക്കെ ആണെങ്കിൽ നല്ല പക്ക ഗാർഡ് ഡോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരാളും വേണ്ട, അവൻ ഒറ്റക്ക് വരണമെങ്കിൽ അവൻ ആ വീട് മൊത്തം കാവൽ ചെയ്യും എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടിയാണ്. കാരണം നമ്മുടെ കെന്നലിലായാലും വീട്ടിലായാൽ പോലും എൻ്റെ ഇപ്പൊ 1.5 വയസ്സ് ആയ കൊച്ചു മുതൽ അവനോട് തീപ്പിച്ചിട്ട് ഒരാളും അവൻ തൊടിക്കില്ല. ഗേറ്റിൽ പോലും തൊടാൻ സമ്മതിക്കില്ല. അത്രയും പക്ക ഗാർഡ് ഡോഗ്സ് ആണ്. ഡോബർമാന്റെ ഒരു കൊരയുടെ സൗണ്ട് ആണെങ്കിലും കുറച്ച് നല്ല നല്ല സൗണ്ട് ആണ്. അതുപോലെ തന്നെ അഗ്രസീവ് ആക്കി കഴിഞ്ഞാൽ നല്ല അഗ്രസീവ് ആണ് അല്ലേ.
എന്നാലും ഫ്രണ്ട്ലി ആക്കണമെന്നുണ്ട് ആക്കി എടുക്കുകയും ചെയ്യാം. ഇവരെല്ലാം വീട്ടിൽ പക്ക ഫ്രണ്ട്ലി, പക്ഷെ പുറത്തുനിന്നുള്ള ഒരാൾക്കാരെ അടുപ്പിക്കില്ല. നമ്മളില്ലാണ്ട് ആരും എൻ്റർ ചെയ്യിക്കില്ല. Enter ചെയ്യില്ല. നമ്മളുണ്ട് മാറിയിക്കാൻ പറഞ്ഞാൽ മാറിക്കും, അല്ലാണ്ട് വേറെ കുഴപ്പം നമ്മളത് കൊണ്ടുവന്ന കസ്റ്റമേഴ്സും ഈ ഷോ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണോ അതോ? ഇല്ല, നമുക്ക് നോർമൽ കസ്റ്റമേഴ്സ് മുതൽ എന്ന് വെച്ചാൽ ക്വാളിറ്റി പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാരായിരിക്കുള്ളൂ ഏറ്റവും കൂടുതൽ. ഇപ്പം എനിക്ക് നോർമലി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വിൽക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് കസ്റ്റമേഴ്സ് പറഞ്ഞത് മറ്റേ പഞ്ചാബ്, മുംബൈ അവിടെ നിന്നുള്ള ടീംസ് ആണെങ്കിൽ കൂടുതൽ നമുക്ക് ഫോട്ടോസ് ഇതൊക്കെ വരുമ്പോൾ തന്നെ അവർ വിളിക്കണത്. നോർമലുള്ള കസ്റ്റമേഴ്സ് പറയാം. അപ്പോൾ അവർ ഇപ്പം ഇന്നലെ ഇവന് 2 കോപ്പി നമ്മ പഞ്ചാബിലേക്ക് കൊടുത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അവർ റമേൻ ഇരുന്ന് വെച്ചാൽ അവർ പറയുന്നത് വെച്ചാൽ നമുക്ക് പഞ്ചാബിലെ ടോപ്പ് മോസ്റ്റ് ഡോഗിനെ, അവർക്ക് അമേരിക്കൻ ഡോഗ്സ് അവിടെ കുറവായതുകൊണ്ട് അവർക്ക് ഒരു ടോപ്പ് മോസ്റ്റ് ഡോഗ് വേണമെന്നും പറഞ്ഞ് അവർ നമ്മളെ സെലക്ട് ചെയ്ത് വന്നാണ്. നമ്മൾ ഹാപ്പി. ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരുപാട് പേര് ഈ പറഞ്ഞ ഈ ഫീൽഡിലുള്ളവരാണ്. ഇപ്പോൾ യൂറോപ്യൻ ചെയ്യുന്നവരാരും വരെ നമ്മളെ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഈ അമേരിക്കൻ ഡോഗ്സിൽ എൻക്വയറിക്ക് വരുമ്പോൾ അവർ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നല്ല സെലക്റ്റീവ് ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതെ. ഇപ്പൊ ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന ഡോഗ്സ് ഇപ്പൊ ഇവന്റെ ഫാദർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2024-2025 ഡോഗ് ഓഫ് ദി ഇയർ, ഡോബർമാൻ ഓഫ് ദി ഇയർ ആണ്. അത് കൊറിയൻ ചാമ്പ്യൻ, തായ്ലാൻഡ് ചാമ്പ്യൻ, ഇന്ത്യൻ ചാമ്പ്യൻ ആണ്. പിന്നെ ഗ്രാൻഡ് ചാമ്പ്യൻ ഒക്കെ അവന്റെ ഫാദർ തന്നെ. അപ്പൊ ഇവനിപ്പോ 18 മാസമായിട്ടുള്ളൂ. അവന്റെ ഫാദറും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഒരു ട്രെൻഡിൽ നിൽക്കുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന അമേരിക്കൻ ഡോബർമാൻസിൽ വന്ന ഡോഗാണ് അവന്റെ ഫാദർ. ഇവന്റെ ഫാദർ എന്ന് വെച്ചാൽ അമേരിക്കൻ ചാമ്പ്യൻ ആണ്. ഫിൽമർ കെന്നലില് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഈ ബാംഗ്ലൂരേക്ക് ഫസ്റ്റ് വന്നത് മെയില്. അതിൽ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് അവന്റെ ലൈൻസ് നമ്മുടെ ഉണ്ട്. അവന്റെ ഫാദറും ഡോബർമാൻ ഓഫ് ദി ഇയർ ആയിരുന്നു, എമിർദി ബ്ലാക്ക് ഷാഡോ. അതിന്റെ പപ്പിയും നമ്മുടെ ഉണ്ട്. ഭയങ്കര രസമുണ്ട് ആ ഡോഗ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഇത്രയും നേരം ഇപ്പൊ ഇവർ രണ്ടുപേരും കാണുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഭംഗിയില്ല എന്നല്ല, ഇവർ രണ്ടുപേരും നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് മസ്കുലർ ആയിട്ടുള്ള ഡോഗ്സിനോട് ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് ഇങ്ങനെ ഗടാഗടിയന്മാരോട് താല്പര്യമുള്ളൂ. നിങ്ങൾ അവന്റെ പോസൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പാസ്റ്റൻസ് ഒക്കെ ഒന്ന് നോക്കിയേ. നല്ല ഗംഭീര, നല്ല തിക്കായിട്ടുള്ള പാസ്റ്റൻസ് ആണ്, നല്ല പോസാണ്, നല്ല കട്ടിയുള്ള ബോൺ സൈസ് ഉണ്ട് അവന്. അടിപൊളി ഡോഗാണ് കേട്ടോ. ടു ബി ഓണസ്റ്റ് എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. ഇവര് പിന്നെ ഒരു പക്വത വന്നിട്ടില്ല, പ്രായം ആയി വന്നുള്ളൂ. അവനൊക്കെ ജസ്റ്റ് ഒരു എന്തായാലും ഒരു 2.5-3 years ആയി കഴിയുമ്പോൾ ആ ഒരു മെച്യൂരിറ്റി ഏജിലേക്ക്. ഇവനിപ്പോ എത്ര പ്രായമുണ്ട്? 18 മാസം. ഓക്കെ, ആയി വരുന്നുള്ളൂ. അപ്പൊ ഇവനിപ്പോ 10 മാസം. ഓക്കെ, ആ ഒരു പപ്പി സ്റ്റേജ് മാറിയിട്ടില്ല അവരുടെ. 10 മാസം പ്രായമായിട്ടുള്ളൂ. 10 മാസം പ്രായം. ഓക്കെ, അപ്പൊ 10 മാസം പ്രായം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇതൊരു 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവനേക്കാളും കുറച്ചും കൂടി മസ്കുലർ ആവുമായിരിക്കും അല്ലേ? മസ്കുലർ എന്ന് വെച്ചാൽ അവന്റെ പോലത്തെ ബോൺ ടൈപ്പും കാര്യങ്ങളല്ലെങ്കിലും ഫുൾ ഫില്ലായിട്ടുള്ള ഒരു അമേരിക്കൻ പക്കാ ഡോഗ് ആയിരിക്കും. അപ്പൊ നമ്മൾ പപ്പീസിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ വരണം, എന്ത് ചെയ്യണം? പ്രോപ്പർ എറണാകുളത്ത് തന്നെയാണ്. മഞ്ഞുമൽ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലം. മഞ്ഞുമൽ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ കെനൽ വന്നത്. നമ്മുടെ കസ്തൂർബ സ്കൂളിന് അതിന്റെ ബാക്കിലായിട്ട് അനിമോക്സ് കെനൽ ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നമ്മുടെ ഫോട്ടോസും ഡീറ്റെയിൽസും ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഓൾറെഡി ഉണ്ട്. ഇനി പപ്പീനെ വേണം എന്നുള്ള താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് പോസിബിൾ ആണ്. ഓൾ ഇന്ത്യ ഡെലിവറി പപ്പീനെ ഡയറക്റ്റ് കണ്ട് വീഡിയോ കോളിലൊക്കെ വന്ന് വേണമെങ്കിൽ കണക്ട് അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെയാണ്. ഇപ്പൊ പുറത്തുനിന്നും ഈ പറഞ്ഞ പോലെ എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലവർ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും കാര്യത്തിനൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ അവർ നോർമലി ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് ഈ പറഞ്ഞ അവരുടെ ഫ്രണ്ട്സോ ആരെങ്കിലും അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മൾ അവരുടെ വീട്ടിൽ ഈ ബർത്ത്ഡേ ഗിഫ്റ്റോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലവരൊക്കെ ഒന്ന് മേടിക്കുമ്പോൾ നമ്മൾ അവരുടെ എത്തിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ അപ്പൊ എങ്ങനെയാണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ റെഡിയാണ്. കസ്റ്റമർ ഹാപ്പി ആയിരിക്കണം അല്ലേ? ക്ലയന്റ് ഹാപ്പി ആയിരിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമർ ഒരു പപ്പീനെ എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ റെഫറൻസ് വഴി നമുക്ക് ഈ വീണ്ടും കസ്റ്റമേഴ്സ് വരണം. അതിലാണ് നമുക്ക് കാര്യം ഇരിക്കുന്നത്. അതെ, സത്യമാണ്. അപ്പൊ അടിപൊളി കേട്ടോ. വളരെ ജെന്യൂൻ ആയിട്ട് സംസാരിച്ച് നല്ല അടിപൊളി പപ്പീസ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡോഗ്സ്, നല്ല ഹാപ്പി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പപ്പീസ്. ഓക്കെ, സൂപ്പർ ഡോഗ്സ്. എന്തായാലും അടുത്ത പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴും ഇതേപോലെ നല്ല കളക്ഷൻസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഡോബർമാൻ്റെ നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് മെയിലുകൾ. അപ്പോൾ മെയിൽ ഡോഗ്സിന് നമുക്ക് സ്റ്റഡിൻ്റെ കാര്യം എന്താണ് എന്ന് പറയാണ്ടോ? പുറത്ത് കൊടുക്കുന്നുണ്ടോ? എന്താ പുറത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നോർമലി ഈ പറഞ്ഞ പോലെ 3 ഡോഗ്സ് ആണ് നമ്മുടെ ഉള്ളത്. 3ഉം കാശ്മീരാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പപ്പീസിന് അത് ഓരോരുത്തർ ഈ പറഞ്ഞ എൻക്വയറി അനുസരിച്ച് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നതാണ്. ഓക്കെ, എല്ലാം ലൈൻസിലും ഇപ്പം ഇതിൽ ടോപ്പ് മോസ്റ്റ് ലൈൻസിലുള്ള എല്ലാത്തിൻ്റെ ഡോഗ്സിന് നമ്മുടെ കയ്യിലുണ്ട്. നോർമലി സ്റ്റഡ് സർവീസ് പുറത്തും നല്ല ഫീമെയിൽസ് നോക്കിയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡോബർമാനെ നല്ല ക്വാളിറ്റി പപ്പീസിനും നല്ല ക്വാളിറ്റിയുള്ള ഫീമെയിലുള്ള ആളുകൾക്ക് നല്ല സ്റ്റഡ് മെയിൽസിനെ അന്വേഷിക്കുന്ന ആളുകൾക്കും ഈ വീഡിയോ നിർബന്ധമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മറ്റൊരു ഡോബർമാൻ്റെ കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരേക്കും എല്ലാ മച്ചാന്മാർക്കും ബൈ.